നമസ്കാരം. പല കാര്യങ്ങൾക്കും പ്രശസ്തവും അതുപോലെ കുപ്രശസ്തവുമായ സ്റ്റേറ്റ് ആണ് ബീഹാർ. അവിടെ നിന്നുള്ള ഒരു പ്രത്യേകതരം വിവാഹ സമ്പ്രദായത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പകട്വ വിവാഹ്, അതായത് തട്ടിക്കൊണ്ടുപോകൽ കല്യാണം. പ്രണയിച്ച പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്യുന്ന ക്ലീഷേ പരിപാടിയൊന്നുമല്ല ഇത്. ഒരു ഒന്നാം തരം ക്രൈം. ഇനി എന്താണ് സംഭവം എന്ന് വിശദീകരിക്കാം. സർക്കാർ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി നിർബന്ധമായി വിവാഹം കഴിപ്പിക്കുന്ന രീതിയാണ് ഈ പക്കട്വ വിവാഹ് എന്ന പരിപാടി. ഇതിപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. കതിഹാർ ജില്ലയിൽ നിന്നുമാണ് ഇത്തവണ തട്ടിക്കൊണ്ടുപോകൽ വിവാഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ BPSC പരീക്ഷയിൽ വിജയിച്ച പുതുതായി അധ്യാപകനായി സർക്കാർ ജോലി ലഭിച്ച അവനീഷ് കുമാറാണ് ഇര. അവനീഷ് കുമാർ സ്കൂളിലേക്ക് പോകുമ്പോൾ 2 SUV-കളിലായി എത്തിയ സംഘം അവനീഷ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ റിക്ഷ തടഞ്ഞു നിർത്തിയാണ് സിനിമാ സ്റ്റൈലിൽ കിഡ്നാപ്പ് ചെയ്തത്. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു കിഡ്നാപ്പിംഗ്. സമീപത്തെ ഒരു ക്ഷേത്രത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയാണ് ഗുഞ്ചൻ എന്ന പെൺകുട്ടിയുമായി ഇയാളുടെ വിവാഹം നടത്തിയത്. 4 വർഷമായി അവനീഷുമായി ബന്ധമുണ്ടെന്നൊക്കെയാണ് ഗുഞ്ചൻ അവകാശപ്പെടുന്നതെങ്കിലും സംഭവം പകട്വ വിവാഹം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരും അവിവാഹിതരുമായവരെ കണ്ടെത്തി തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദാരിദ്ര്യവും ഒപ്പം തന്നെ തൊഴിലില്ലായ്മയും കൂടാതെ ഉയർന്ന സ്ത്രീധന സമ്പ്രദായവും ഒക്കെയുള്ള ബീഹാറിൽ പെൺമക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയായി കുടുംബങ്ങൾ ഈ പക്കട്വ വിവാഹത്തെ കാണുന്നു. സുരക്ഷിതമായ സർക്കാർ ജോലിയുള്ള പുരുഷന്മാരെ അവരുടെ പെൺമക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അവരുടെ സ്ഥിരതയുള്ള ഭാവി ഉറപ്പാക്കുന്നതിനുള്ള ഒരു മാർഗമായി ഇത് മാറിയിരിക്കുന്നു. ബീഹാറിൽ പകട്വ വിവാഹത്തിന്റെ വ്യാപനത്തിന് കാരണമാകുന്ന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ദാരിദ്ര്യം തന്നെയാണ്. ബീഹാറിലെ പല കുടുംബങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഇവർ പാടുപെടുന്നു. ഈ കുടുംബങ്ങൾ സ്ഥിരതയുള്ളതും നല്ല ശമ്പളമുള്ളവരുമായ സർക്കാർ ജീവനക്കാരെ അവരുടെ പെൺമക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതോടെ ഈ പെൺകുട്ടികളുടെ ഭാവി ഉറപ്പാക്കാൻ സാധിക്കുന്നു. മറ്റൊരു ഘടകം സ്ത്രീധന സമ്പ്രദായമാണ്. സ്ത്രീധന സമ്പ്രദായം നിയമവിരുദ്ധമാണെങ്കിലും ബീഹാറിൽ ഇതൊരു പ്രധാന സാമൂഹിക പ്രശ്നമായി ഇപ്പോഴും തുടരുകയാണ്. സ്ത്രീധനമായി വലിയ തുകകളോ വിലപ്പെട്ട സ്വത്തുക്കളോ അല്ലെങ്കിൽ വാഹനങ്ങളോ ഒക്കെ ആവശ്യപ്പെടുന്ന രീതിയാണുള്ളത്. ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് വരനെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിപ്പിക്കുക എന്നത് ഒരു പ്രശ്ന പരിഹാര മാർഗമായി മാറുന്നു. മറ്റൊരു ഘടകം സർക്കാർ ജോലിയുടെ ഒരു സാമ്പത്തിക സുരക്ഷയാണ്. തൊഴിൽ സുരക്ഷയും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിനാൽ ബീഹാറിൽ സർക്കാർ ജോലികളാണ് ഏറ്റവും മികച്ചത് എന്നൊരു അഭിപ്രായമുണ്ട്. ഒപ്പം ഒരു സർക്കാർ ജീവനക്കാരൻ കുടുംബത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത് അന്തസ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് താനും. അങ്ങനെ സാമ്പത്തിക സ്ഥിരതയും സാമൂഹിക പദവിയും ഉറപ്പാക്കുന്നതിനുള്ള ഒരു മാർഗമായി കൂടിയാണ് കുടുംബങ്ങൾ തങ്ങളുടെ പെൺമക്കളെ സർക്കാർ ജീവനക്കാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്. അവനീഷ് കുമാറിന്റെ സംഭവം മാത്രമല്ല, ദേശീയ ശ്രദ്ധയാകർഷിച്ച ഇത്തരം നിരവധി സംഭവങ്ങൾ ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില കേസുകൾ പരിശോധിക്കാം. സർക്കാർ ക്ലാർക്കായ രാജേഷ് കുമാറിനെ പാട്നയിലെ വീട്ടിൽ നിന്ന് ഒരു സംഘം ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിപ്പിക്കുകയുണ്ടായി. രാജേഷ് കുമാർ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയെയാണ് വിവാഹം ചെയ്യേണ്ടി വന്നത്. ആയുധധാരികളായ ഒരു സംഘം ആളുകൾ വീട്ടിൽ അതിക്രമിച്ചു കയറി രാജേഷിനെ തട്ടിക്കൊണ്ടുപോയതായി രാജേഷിന്റെ കുടുംബം പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. പിന്നീട് രാജേഷിനെ കണ്ടെത്തുന്നത് സമീപത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പോഴേക്കും വിവാഹം കഴിഞ്ഞിരുന്നു. രാജേഷിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയെങ്കിലും കുറ്റവാളികളെ നാളിതുവരെ പിടികൂടിയിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിലെ ജൂനിയർ എഞ്ചിനീയറായ സുരേഷ് സിംഗിന്റെ അവസ്ഥയും സമാനം തന്നെ. സമസ്തിപൂരിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു സംഘം തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സുരേഷിനെ ഒരു വിദൂര ഗ്രാമത്തിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഗൺ പോയിന്റിൽ നിർത്തി ഒരു സ്ത്രീയെ വിവാഹം കഴിപ്പിച്ചു. സുരേഷ് സിംഗ് കരഞ്ഞു നിലവിളിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും യാതൊരു ബലവും ഉണ്ടായില്ല. അങ്ങനെ വിവാഹം കഴിപ്പിച്ചു. പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെട്ട സുരേഷ് സിംഗ് പോലീസിൽ പരാതി നൽകിയെങ്കിലും കുറ്റവാളികൾക്കെതിരെ യാതൊരു നടപടിയും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല.
തട്ടിക്കൊണ്ടുപോകൽ വിവാഹത്തിന്റെ ഇരകൾ കടുത്ത വൈകാരികവും മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളാണ് അനുഭവിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയ വിവാഹത്തിന് നിർബന്ധിക്കപ്പെടുന്നതിന്റെ ആഘാതം മിക്ക ഇരകളുടെയും മാനസികാരോഗ്യത്തിൽ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നിരവധി ഇരകൾ അവരുടെ അനുഭവത്തിന്റെ ഫലമായി വിഷാദം, ഉത്കണ്ഠ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഒക്കെ അനുഭവിക്കുന്നു. പക്കട്ടോ വിവാഹത്തിലെ കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കാത്തതും ഒപ്പം ഹൈലി കറപ്റ്റഡ് ആയ ഒരു സിസ്റ്റം നിലനിൽക്കുന്നതുമാണ് ഇതിപ്പോഴും തുടരാനുള്ള കാരണം. ഒപ്പം ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, സ്ത്രീധന സമ്പ്രദായം തുടങ്ങിയ സാമൂഹിക അവസ്ഥകളും കാരണങ്ങൾ തന്നെയാണ്. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.